വയനാട് മേപ്പാടിയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. 2 ദിവസത്തിനുള്ളിൽ രക്ഷപ്പെടുത്തിയത് 1592 പേരെ. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവനോടെ ഇനി ആരുമില്ലെന്ന് സൈന്യം അറിയിച്ചതായി മുഖ്യമന്ത്രി. കാലവർഷക്കെടുതിയിൽ നിന്ന് കരകയറാനാകാതെ ജില്ല. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കരുവന്നൂർ ഗായത്രി പുഴകളിൽ കേന്ദ്ര ജല കമ്മീഷൻ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മഴയുടെ ശക്തി കുറഞ്ഞതിനെ തുടർന്ന് പീച്ചി ഡാമിന്റെ ഷട്ടർ 26 ഇഞ്ചായി താഴ്ത്തി. മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ വടക്കാഞ്ചേരി മാരാത്തുകുന്ന് റോഡിൽ അകമലയിൽ താമസക്കാരോട് 2 മാസത്തേക്ക് മാറി താമസിക്കാൻ ജിയോളജി വകുപ്പിന്റെ നിർദ്ദേശം. മേഖലയിൽ സംയുക്ത സംഘം പരിശോധന നടത്തി. വടക്കാഞ്ചേരിയിലെ വെള്ളക്കെട്ടിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരിടേണ്ടി വന്നത് കോടികളുടെ നഷ്ടം. മണലിപ്പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നു. പുഴ നിറഞ്ഞൊഴുകി കൂടുതൽ നാശം വിതച്ച പുലക്കാട്ടുകരയിലെ ഭൂരിഭാഗം കുടുംബങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തുടരുന്നു. വെള്ളക്കെട്ട് രൂക്ഷമാകുമ്പോഴും സ്ലൂയിസുകൾ തുറക്കാൻ നടപടിയെടുക്കാത്ത ഇറിഗേഷൻ എഇക്കെതിരെ പൊട്ടിത്തെറിച്ച മുരളി പെരുന്നലി എംഎൽഎ. മണലൂർ താഴം കോൾപ്പടവിലെ സ്ലൂയിസുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് എംഎൽഎയും എഇയുമായി തർക്കം നടന്നത്. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത പട്ടിക്കാടും വാണിയംപാറയിലും അപകട ഭീതി പരത്തി മണ്ണിടിച്ചിൽ തുടരുന്നു. ശക്തമായ മഴയും സംരക്ഷണ ഭിത്തിയില്ലാത്തതും വാഹനയാത്രികർക്ക് ഭീഷണിയാകുന്നു. ഇടിഞ്ഞു വീണ മണ്ണ് കൊണ്ടുപോകാനുള്ള നീക്കം തടഞ്ഞു. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. ഉരുൾപൊട്ടലുണ്ടായ വയനാട് മേപ്പാടിയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവനോടെ ഇനി ആരുമില്ലെന്ന് സൈന്യം അറിയിച്ചതായി മുഖ്യമന്ത്രി സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. ചാലിയാറിൽ തെരച്ചിൽ തുടരാനും തീരുമാനിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. 2 ദിവസത്തിനുള്ളിൽ രക്ഷപ്പെടുത്തിയത് 1592 പേരെയാണ്. 2000-ഓളം പേരാണ് ക്യാമ്പുകളിൽ തുടരുന്നത്. 1200-ഓളം പേരാണ് മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിലുള്ളത്. മണ്ണിനടിയിലുള്ളവരെ കണ്ടെത്താനുള്ള പരിശോധന തുടരുകയാണ്. തകർന്ന വീടുകളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായും സംശയമുണ്ട്. 276 പേർ മരിച്ചതായാണ് ഏറ്റവും ഒടുവിൽ സ്ഥിരീകരിച്ചത്. 240 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. ചൂരൽമലയിൽ സൈന്യത്തിന്റെ ബെയിലി പാലം നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 190 അടി നീളമുള്ള പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായാൽ കൂടുതൽ യന്ത്രങ്ങൾ ഇവിടേക്ക് എത്തിക്കാനാകും. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ദുരന്തസ്ഥലം സന്ദർശിച്ചു. കാലവർഷക്കെടുതിയിൽ നിന്ന് കരകയറാനാകാതെ ജില്ല. പുഴകളിലെ ജലനിരപ്പ് അപകടകരമായി ഉയർന്ന സാഹചര്യത്തിൽ കേന്ദ്ര ജല കമ്മീഷൻ അലർട്ട് പ്രഖ്യാപിച്ചു. കരുവന്നൂർ ഗായത്രി പുഴകളിൽ ഓറഞ്ച് അലർട്ടും കോട്ടപ്പുറം കീച്ചേരി പുഴയിൽ മഞ്ഞ അലർട്ടുമാണ് പ്രഖ്യാപിച്ചത്. മഴയുടെ ശക്തി കുറഞ്ഞതിനെ തുടർന്ന് പീച്ചി ഡാമിന്റെ ഷട്ടർ 26 ഇഞ്ചായി താഴ്ത്തി. നിലവിൽ 30 ഇഞ്ചാണ് തുറന്നിരുന്നത്. ജില്ലയിൽ പലയിടത്തും വെള്ളക്കെട്ടും ഗതാഗത തടസ്സവും തുടരുകയാണ്. തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ വെള്ളക്കെട്ട് ബാധിത പ്രദേശങ്ങളിൽ നിന്ന് വെള്ളമിറങ്ങി. പെരിങ്ങാവ്, കുണ്ടുവാറ എന്നിവിടങ്ങളിൽ വെള്ളമിറങ്ങി ോടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവർ വീടുകളിലേക്ക് മടങ്ങി. മണലിപ്പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് വെള്ളക്കെട്ടിലായ പുത്തൂർ, കുന്നംകാട്ടുകരയിൽ വെള്ളം താഴ്ന്നു. സ്വകാര്യ ബസ്സുകൾ സർവീസ് തുടങ്ങി. അതേസമയം കൈനൂർ മേഖലയിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. കൈനൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിനെ ഇതുവരെയും കണ്ടെത്താനായില്ല. പ്രളയ സമാനമായ രീതിയിൽ വെള്ളമുയർന്ന ആമ്പലൂർ, പുലക്കാട്ടുകര എന്നിവിടങ്ങളിൽ വെള്ളം താഴ്ന്നു തുടങ്ങി. ട്രാക്കിൽ വെള്ളം കയറിയതിനാൽ തൃശൂർ, ഗുരുവായൂർ പാതയിൽ ട്രെയിനുകൾ സർവീസ് നടത്തുന്നില്ല. അതേസമയം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ നാളെയും അവധി പ്രഖ്യാപിച്ചു. പൂങ്ങുന്നം പുഴയ്ക്കൽ റോഡിലെ വെള്ളക്കെട്ട് ഒഴിവായി. പുഴയ്ക്കൽ പാടത്ത് വെള്ളമുയർന്ന എംഎൽഎ റോഡിലും ഗുരുവായൂർ റോഡിലും കഴിഞ്ഞ ദിവസം വെള്ളമുയർന്നിരുന്നു. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ചെറുവാഹനങ്ങൾക്ക് സഞ്ചരിക്കാനായിരുന്നില്ല. മഴ ശമിച്ചതോടെ വെള്ളക്കെട്ടും കുറവായി. പീച്ചി ഡാമിൽ നിന്ന് തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് കുറഞ്ഞതും പുഴയ്ക്കലിലെ വെള്ളക്കെട്ട് താഴാൻ കാരണമായിട്ടുണ്ട്. മണലി പുഴയിൽ നിന്നും വെള്ളം കയറിയതിനെ തുടർന്ന് മുളയം പമ്പ് ഹൌസ് പ്രവർത്തനം നിലച്ചു. നടത്തറ പഞ്ചായത്തിലാണ് മുളയം പമ്പ് ഹൌസ്. മുളയം, കോഴിക്കുള്ളി, മണ്ണുത്തി പ്രദേശങ്ങളിലെ ജലവിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പമ്പ് ഹൌസിലെ മോട്ടോർ തകരാർ പരിഹരിച്ച ശേഷമേ ജലവിതരണം ആരംഭിക്കാൻ കഴിയൂവെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. സംസ്ഥാനത്ത് നാളെ മുതൽ കടൽക്ഷോഭം രൂക്ഷമാകുമെന്ന മുന്നറിയിപ്പ്. അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ബീച്ചുകളിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും ഒഴിവാക്കണം. നാളെ രാത്രിയിൽ 2.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. ജില്ലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വില്ലടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും ചേറു NSS UP സ്കൂളിലെയും ക്യാമ്പുകൾ സന്ദർശിച്ച മന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തി. കാലവർഷക്കെടുതി നേരിടാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ജില്ലയിൽ ഒരുക്കിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും റവന്യൂ വിഭാഗവും കൈകോർത്താണ് പ്രവർത്തിക്കുന്നത്. ക്യാമ്പുകളുടെ ചുമതല വില്ലേജ്
വില്ലേജ് ഓഫീസർമാർക്കും പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും ഏകോപന ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുമാണ് നൽകിയിരിക്കുന്നത്. ചിമ്മിനി ഡാം കൂടുതൽ തുറന്നതോടെ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത മുന്നിൽ കണ്ട് കരുവന്നൂർ കുർമാലി പുഴയുടെ തീരത്തുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇല്ലിക്കൽ ഷട്ടറുകൾ തുറക്കും. ചേർപ്പ് ചാഴൂർ പഞ്ചായത്ത് പരിധിയിൽ സ്ലൂയിസ് തകർന്നതുമായി ബന്ധപ്പെട്ട് കളക്ടറും ഉദ്യോഗസ്ഥരും പരിശോധിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. ഈ കാലവർഷക്കെടുതിയെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ജില്ലയിൽ ഒരുക്കിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും റവന്യൂ അധികാരികളും കൈകോർത്ത് പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. ക്യാമ്പുകളുടെ സംഘാടന ചുമതല വില്ലേജ് ഓഫീസർമാർക്കും അതുപോലെ പഞ്ചായത്ത് സെക്രട്ടറിമാർക്കുമാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഏകോപനത്തിൻ്റെ ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുക. വിവിധ വകുപ്പുകൾ അവരുടെ സേവനവുമായി ബന്ധപ്പെട്ട് കർമ്മനിരതരായിട്ട് രംഗത്തുണ്ട്. ആദ്യ ദിവസം ചേർന്ന യോഗത്തിൻ്റെ തുടർച്ച എന്ന നിലയിൽ എല്ലാ മണ്ഡലങ്ങളിലും MLA-മാരുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരെയും അതുപോലെ ജനപ്രതിനിധികളെയും വിളിച്ചു ചേർത്ത് യോഗങ്ങൾ നടത്തുകയുണ്ടായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവരവരുടെ തലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് പോവുകയാണ്. ഗുരുവായൂർ തൃശൂർ റെയിൽവേ ട്രാക്കിൽ വെള്ളക്കെട്ട് തുടരുന്നു. ഗുരുവായൂരിലേക്കും തിരിച്ചുമുള്ള ട്രെയിനുകൾ സർവീസുകൾ പുനഃക്രമീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ഇന്റർസിറ്റി, ഗുരുവായൂർ മധുരൈ എക്സ്പ്രസ് എന്നിവ ഇന്ന് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ രാവിലെ പുതുക്കാട് നിന്നാണ് സർവീസ് നടത്തിയത്. എറണാകുളം ഗുരുവായൂർ പാസഞ്ചറിന്റെ സർവീസ് തൃശൂരിൽ അവസാനിപ്പിച്ചു. ഉച്ചയ്ക്കുള്ള ഗുരുവായൂർ എറണാകുളം പാസഞ്ചറും തൃശൂരിൽ നിന്നാണ് പുറപ്പെട്ടത്. ഗുരുവായൂർ തൃശൂർ, തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനുകൾ പൂർണ്ണമായും റദ്ദാക്കി. തൃശൂർ കണ്ണൂർ പാസഞ്ചർ ഷൊർണൂരിൽ നിന്നാണ് പുറപ്പെടുന്നത്. കരാഞ്ചിറ നന്ദി റോഡിൽ വെള്ളക്കെട്ട് മൂലം ഗതാഗതം തടസ്സപ്പെട്ടു. കരുവന്നൂർ പുഴയിൽ നിന്ന് വെള്ളം കരകവിഞ്ഞ് ഒഴുകിയതാണ് വെള്ളക്കെട്ടിന് കാരണം. കനത്ത വെള്ളക്കെട്ട് മൂലം കാട്ടൂരിൽ നിന്നും കരാഞ്ചിറ വഴി തൃശൂരിലേക്കുള്ള ബസ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കരുവന്നൂർ പുഴയിൽ നിന്നും വെള്ളം കയറുന്നതിനാൽ കാട്ടൂർ, കാർളം പഞ്ചായത്തുകളിലെ താഴ്ന്ന സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടിന് ശമനമായിട്ടില്ല. ചാഴൂർ വൈക്കോച്ചിറയിലുള്ള കരുവന്നൂർ പുഴയിലെ സ്ലൂയിസ് തള്ളിയതിനെ തുടർന്നുള്ള അതിശക്തമായ വെള്ളൊഴുക്കിൽ 5 പഞ്ചായത്ത് പ്രദേശങ്ങളിലെ നിരവധി വീടുകൾ വെള്ളക്കെട്ടിലായി. ചേർപ്പ്, ചാഴൂർ, പാർളം, അന്തിക്കാട്, അരിമ്പൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ കുടുംബങ്ങളാണ് ബന്ധുവീടുകളിലേക്കും ക്യാമ്പുകളിലേക്കുമായി താമസം മാറ്റിയിരിക്കുന്നത്. കരുവന്നൂർ പുഴയിൽ നിന്ന് ഹെർബർട്ട് കനാലിലേക്ക് തകർന്ന സ്ലൂയിസിലൂടെ ശക്തമായ ഒഴുക്ക് തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ വീടുകളിലേക്ക് വെള്ളം കയറുകയാണ്. തകർന്ന സ്ലൂയിസ് അടയ്ക്കാനുള്ള യാതൊരുവിധ നടപടികളും ഇറിഗേഷൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഉദ്യോഗസ്ഥ ഭരണ നേതൃത്വങ്ങൾ ഇക്കാര്യം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ചിമ്മിനി ഡാമിൽ നിന്ന് വെള്ളം കൂടിയ തോതിൽ തുറന്നുവിടുന്ന സാഹചര്യമുണ്ടായാൽ കരുവന്നൂർ പുഴയിൽ ജലനിരപ്പ് വീണ്ടും ഉയരും. ഈ പ്രദേശങ്ങളിൽ സ്ഥിതി രൂക്ഷമാകുകയും ചെയ്യും. കഴിഞ്ഞ 2 ദിവസങ്ങളായി പെയ്ത കനത്ത മഴയിൽ പുലിയന്നൂർ ആദൂർ മുട്ടിക്കൽ ചിറയുടെ സംരക്ഷണ ഭിത്തി തകർന്നു. പുഴയോട് ചേർന്ന തിണ്ടും ഇടിഞ്ഞിട്ടുണ്ട്. കനത്ത വെള്ളക്കെട്ടും ഒഴുക്കും കൂടുതലായിരുന്നതാണ് സംരക്ഷണ ഭിത്തി തകരാൻ ഇടയാക്കിയതെന്ന് കരുതുന്നു. നിത്യവും ചിറയുടെ ഭംഗി ആസ്വദിക്കാനും മത്സ്യം പിടിക്കുന്നതിനും നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. ഇവർ ഭിത്തിയുടെ സമീപത്തേക്ക് പോകുന്നതും അനുവാദമില്ലാതെ ഇറങ്ങുന്നതും ആപത്തുകൾ ക്ഷണിച്ചു വരുത്തുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ചിറയിൽ ശക്തമായ ഒഴുക്ക് അനുഭവപ്പെടുന്നുണ്ടെന്നും അധികൃതർ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. വെള്ളക്കെട്ടിൽ റോഡ് മുങ്ങിയതോടെ മുല്ലശ്ശേരി മധുകര ഗ്രാമം ഒറ്റപ്പെട്ടു. 115 കുടുംബങ്ങളാണ് മധുകരയിൽ താമസിക്കുന്നത്. വീടുകൾക്കുള്ളിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് 4 കുടുംബങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി താമസിപ്പിച്ചു. വെള്ളക്കെട്ടിൽ ഒറ്റപ്പെട്ടുപോയ മധുകരയിലെ കുടുംബങ്ങൾക്ക് സഞ്ചാര സൗകര്യത്തിന് അടിയന്തരമായി വഞ്ചി ഏർപ്പെടുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി മാരാത്തുകുന്ന് റോഡിലെ അകമലയിൽ താമസക്കാരോട് മാറി താമസിക്കാൻ ജിയോളജി വിദഗ്ധ സംഘം നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസം ഇവിടെ മണ്ണിടിഞ്ഞ വെള്ളം ഒഴുകി വന്നതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ അപകട സാധ്യത മുൻനിർത്തി 42 കുടുംബങ്ങളെ ഇന്നലെ രാത്രിയിൽ നഗരസഭാ അധികൃതർ മാറ്റി താമസിപ്പിച്ചിരുന്നു. തുടർന്ന് ഇന്ന് സ്ഥലത്തെത്തിയ വിദഗ്ധ സംഘം വിശദമായ പരിശോധന നടത്തി ഇവിടെ താമസയോഗ്യമല്ലാത്തതിനാൽ ബാക്കിയുള്ള 40ഓളം കുടുംബങ്ങളോട് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 2 മാസത്തേക്കെങ്കിലും മാറണമെന്നാണ് വിദഗ്ധ സംഘം ആവശ്യപ്പെട്ടിട്ടുള്ളത്. 39 ഡിഗ്രി ചെരിവിലുള്ള ഈ കുന്നിൽ അനുയോജ്യമായ കൃഷിയല്ല ചെയ്യുന്നത്. ഇവിടെ റബ്ബർ കൃഷിയാണ് നിലവിലുള്ളത്. കുതിർന്ന ഒരു ബൺ പോലെയാണ് പ്രദേശത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നതിനാൽ അപകടകരമായ സ്ഥിതിയാണ് നിലനിൽക്കുന്നതെന്ന് വിദഗ്ധ സംഘം ചൂണ്ടിക്കാട്ടി. ജിയോളജി ഉദ്യോഗസ്ഥർ മനോജ്, ഗ്രൌണ്ട് ലെവൽ വാട്ടർ ഓഫീസർ സന്തോഷ്, സോയിൽ ഓഫീസർ ബിന്ദു മേനോൻ, നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, തഹസിൽദാർ KC അനുപമൻ,
സെക്രട്ടറി കെ മനോജ് എന്നിവരും വിദഗ്ധ സംഘത്തിനൊപ്പമുണ്ടായിരുന്നു. അതേസമയം അകമല മേഖലയിൽ നിന്നും 2 മണിക്കൂറിനുള്ളിൽ മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയതായി പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പറയുന്ന പേരാണ് ക്രൗൺ എന്ന് പറയും. ക്രൗൺ എന്നാണ് പറയുക. ഇവിടെ ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്ന ഈ പ്രദേശത്തിന്റെ അടിഭാഗത്ത് അതിന്റെ വാല് അഥവാ ടോ അത് കട്ട് ചെയ്ത് വെർട്ടിക്കൽ കട്ടിംഗ് ആണ് ആ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അതായത് ഒരു വണ്ടിയാണെങ്കിൽ പോലും നമ്മൾ കയറ്റത്ത് നിർത്തിയാൽ അതിന് ഊട് വെച്ച് കൊടുക്കും. നമ്മൾ ആ ഊട് തള്ളിക്കളക്കും. മീൻസ് ആ സ്ലോപ്പിലെ ടോ കട്ട് ചെയ്ത് വെർട്ടിക്കൽ കട്ടിങ് നടത്തി കഴിഞ്ഞപ്പോൾ വന്നു. രണ്ടാമത്തെ കാര്യം, ആ മണ്ണിടിഞ്ഞിരിക്കുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് ഒരു ഫസ്റ്റ് ഓർഡർ സ്ട്രീമിന്റെ നടുവിലാണ്. ഒരു ഫസ്റ്റ് ഓർഡർ സ്ട്രീമുണ്ട്, അതായത് അരുവികൾ ഒരു മരത്തിന്റെ ചില്ലയെ സൂചിപ്പിക്കുന്ന പോലെ ആ ഫസ്റ്റ് ഓർഡർ സ്ട്രീമിനെ നടുക്ക് കൊട്ട ചെയ്തിട്ടാണ് ആ വീട് പണിതിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടേക്ക് മണ്ണ് വീഴുക എന്ന് തന്നെയാണ് ശാസ്ത്രം. ബന്ധപ്പെട്ട ആളുകളെ നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട ഫീൽഡ് ഓഫീസർമാർ, വില്ലേജ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ വീടുകളിൽ അത് നോക്കിയിട്ട് വിസിനിറ്റി നോക്കിയിട്ട് അവരാണ് ഈ പ്രദേശത്ത് ഇപ്പൊ താമസയോഗ്യം. മഴക്കാലം കഴിഞ്ഞിട്ട് നമുക്ക് ആവാനേ കുറച്ച് സമയം മാറി നിൽക്കുക, മഴ മാറുന്നവരെ മാറി നിൽക്കുക എന്ന് തന്നെയാണ് വഴി കൊടുക്കാതെ. വടക്കാഞ്ചേരിയിലെ വെള്ളക്കെട്ടിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരിടേണ്ടി വന്നത് കോടികളുടെ നഷ്ടം. വടക്കാഞ്ചേരി ടൗണിലും ഓട്ടുപാറയിലും എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറിയിരുന്നു. വെള്ളം ഇറങ്ങിയപ്പോൾ സ്ഥാപനങ്ങൾ തുറന്നു നോക്കിയ വ്യാപാരികൾ നഷ്ടത്തിന്റെ തീവ്രത അറിഞ്ഞു. നിത്യോപയോഗ സാധനങ്ങൾ, മരുന്നുകൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ആയുർവേദ മരുന്നുകൾ, കമ്പ്യൂട്ടറുകൾ, ഇൻവെർട്ടറുകൾ, UPS, ഗൃഹോപകരണ ഉൽപ്പന്നങ്ങൾ, തുണിത്തരങ്ങൾ എന്നിവയെല്ലാം വെള്ളം കയറി നശിച്ച നിലയിലാണ്. ഓണവിപണി പ്രതീക്ഷിച്ച് സ്റ്റോക്ക് ചെയ്തിരുന്ന ഉൽപ്പന്നങ്ങൾ വലിയ തോതിൽ നശിച്ചതായി വ്യാപാരികൾ അറിയിച്ചു. 2 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക നിഗമനമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ അറിയിച്ചു. വലിയ നഷ്ടമാണ് എല്ലാ വ്യാപാരികൾക്കും വടക്കാഞ്ചേരി മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. മുന്നറിയിപ്പില്ലാതെ, കൃത്യമായ രീതിയിൽ പ്ലാനിംഗ് ഇല്ലാതെ വെള്ളം തുറന്നുവിട്ടതിൻ്റെ പരിണിത ഫലമാണ് ഞങ്ങൾ അനുഭവിക്കുന്ന ഈ വിഷമങ്ങൾ. യാതൊരുവിധ നഷ്ടപരിഹാരമോ സർക്കാരിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ മറ്റ് ഇതര സ്ഥാപനങ്ങളിൽ നിന്നോ ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ചാണ് വ്യാപാരി സമൂഹം ഇന്ന് വടക്കാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്നത്. ഓട്ടുപാറയിലെ 2 സ്വകാര്യ ആശുപത്രികളിലും വെള്ളം കയറി നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. ആശുപത്രിയിലെ ആധുനിക യന്ത്രങ്ങളും കട്ടിലുകൾ, കിടക്ക എന്നിവയും നശിച്ചതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. ചെളിയും മണ്ണും അടിഞ്ഞു കയറിയ സ്ഥാപനങ്ങൾ ദിവസങ്ങൾ കഴിഞ്ഞ് തുറന്നു പ്രവർത്തിക്കാനാകൂ. സർക്കാർ ഇടപെട്ട് നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. TCV ന്യൂസ്, വടക്കാഞ്ചേരി. വെള്ളക്കെട്ടൊഴിയാതെ പുതുക്കാട് മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ. മണലിപ്പുഴ കരകവിഞ്ഞൊഴുകിയ പുതുക്കാട് മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നു. പ്രധാന റോഡുകളിൽ ഗതാഗതം തടസ്സപ്പെട്ട നിലയിലാണ്. നെന്മണിക്കര പഞ്ചായത്തിലെ പുലക്കാട്ടുകര, തലവണിക്കര പ്രദേശങ്ങളിലെ വീടുകളും റോഡുകളും വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. 2 അടിയോളം വെള്ളം താഴ്ന്നെങ്കിലും വീട്ടുകാർക്ക് ഇവിടേക്ക് എത്താൻ കഴിയാത്ത അവസ്ഥയാണ്. പുഴ നിറഞ്ഞൊഴുകി കൂടുതൽ നാശം വിതച്ച പുലക്കാട്ടുകരയിലെ ഭൂരിഭാഗം കുടുംബങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. നിലവിൽ പുലക്കാട്ടുകരയിലെ റോഡുകളിലും പറമ്പുകളിലും ഒഴുക്ക് ശക്തമാണ്. പുതുക്കാട് പഞ്ചായത്തിലെ കേളി പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. ഇവിടെയുള്ള വീടുകളിൽ വെള്ളം കയറിയ നിലയിലാണ്. പ്രദേശത്തെ 25ഓളം വീട്ടുകാർ ദുരിതാശ്വാസ ക്യാമ്പിലാണ്. ആമ്പല്ലൂർ, വടക്കുമുറി, കനാൽ പരിസരം, കല്ലൂർപ്പാടം വഴി, കോനിക്കര എന്നീ പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. അതേസമയം മേഖലയിലെ പ്രധാന റോഡുകളിലെല്ലാം വെള്ളം നിറഞ്ഞ് ഗതാഗതം സ്തംഭിച്ച സ്ഥിതിയാണ്. വെള്ളക്കെട്ടിലായ ആമ്പല്ലൂർ കമ്മ്യൂണിറ്റി ഹാളിന് മുൻപിലെ റോഡിൽ ബസ്സുകളും വലിയ വാഹനങ്ങളും മാത്രമാണ് കടന്നുപോകുന്നത്. TCV ന്യൂസ്, പുതുക്കാട്. പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ ദുരന്ത നിവാരണ കൺട്രോൾ റൂം തുറന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലാണ് കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുള്ളത്. KK രാമചന്ദ്രൻ MLA, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KK നിഖിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. പെരുമഴ പെയ്ത് വെള്ളക്കെട്ട് രൂക്ഷമാകുമ്പോഴും സ്ലൂയിസുകൾ തുറക്കാൻ നടപടിയെടുക്കാത്ത ഇറിഗേഷൻ AEക്കെതിരെ പൊട്ടിത്തെറിച്ച മുരളി പെരുന്നല്ലി MLA. അരുമ്പൂർ പഞ്ചായത്തിലെ കോൾ മേഖലയോട് ചേർന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിന് പ്രധാന കാരണം മണലൂർ താഴംകോൾ പടവിലെ സ്ലൂയിസുകൾ തുറക്കാത്തതുകൊണ്ടാണെന്ന് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന യോഗത്തിൽ ജനപ്രതിനിധികൾ പരാതി പറഞ്ഞിരുന്നു. ഈ വിഷയത്തിൽ മണലൂർ താഴംകോൾ പടവിലെ സ്ലൂയിസുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് നടപടിയെടുക്കാൻ AXC സജിത്തിനോട് MLA യോഗത്തിൽ വെച്ച് ആവശ്യപ്പെട്ടപ്പോൾ അത് തന്റെ ഉത്തരവാദിത്തമല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറുന്ന സമീപനം ഉദ്യോഗസ്ഥൻ സ്വീകരിച്ചത് MLAയെ ചൊടിപ്പിക്കുകയായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗ തീരുമാനപ്രകാരം എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വേണ്ടി യോഗം ചേർന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി വെള്ളക്കെട്ട് ഒഴിവാക്കാനാവശ്യമായ തീരുമാനമെടുക്കട്ടെ. അതിന്റെ ഭാഗമായി ഏനാമാവ് റെഗുലേറ്ററിലേക്ക് തെക്കൻ ഭാഗത്ത് വരുന്ന വെള്ളം ഒഴുകിപ്പോകുന്ന പെരുമ്പുഴ തോട് വഴി വെള്ളം കടന്നു പോകുമ്പോൾ തൊട്ടടുത്തുള്ള പാടശേഖരങ്ങൾ ആ വെള്ളം അകത്തേക്ക് കടക്കാതെ
അടച്ചു വയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. മണലൂർ താഴം കോൽപ്പടവിലാണ് ആ സംഭവം നടക്കുന്നത്. ആ ഇതിലെ ഷട്ടർ ചീപ്പുകൾ തുറന്നെങ്കിൽ മാത്രമാണ് ഈ വെള്ളം ഇങ്ങോട്ട് കടന്ന് നേരെ ഫേസ് കനാലിലേക്ക് എത്തുള്ളൂ. വെള്ളത്തിൻ്റെ തീവ്രത കുറയാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ അത് തുറക്കാനാവശ്യമായ യാതൊരു സംവിധാനം ഇറിഗേഷൻ വകുപ്പ് കുറ്റകരമായ അനാസ്ഥയാണ് ഈ കാര്യത്തിൽ കാണിച്ചിരിക്കുന്നത്. പങ്കെടുത്ത ഉദ്യോഗസ്ഥൻ പോലും അത് തുറക്കുന്നതിനാവശ്യമായ അനുഭാവപൂർണമായ നിലപാടല്ല, അഥവാ ഏനാമാക്കൾ റെഗുലേറ്ററി കൈകാര്യം ചെയ്യുന്ന കരാറുകാരന് അനുകൂലമായ നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ തന്നെ ജില്ലാ കളക്ടറുമായി ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അടിയന്തരമായി തുറക്കുക, ആ സ്പോട്ടൊന്ന് കാണുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ വന്നത്. ഇത് തുറക്കുന്നില്ലെങ്കിൽ നാളെ എൻ്റെ സാന്നിധ്യത്തിനെ തുറക്കാൻ ആവശ്യമായ നടപടിയെടുക്കും. ജില്ലാ ഭരണകൂടം ആവശ്യമായ നിലപാടെടുക്കുന്നില്ലെങ്കിൽ, ഇറിഗേഷൻ നിലപാടെടുക്കുന്നില്ലെങ്കിൽ ആവശ്യമായ നിലപാടെടുത്തുകൊണ്ട് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ആവശ്യമായ നടപടിയെടുക്കുമെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. യോഗത്തിന് ശേഷം മണലൂർ താഴംകോൾ പടവിലെ കിഴക്കേ ബണ്ടിൽ AXCയുമായി എത്തിയ MLA അടഞ്ഞുകിടക്കുന്ന 3 സ്ലൂയിസുകൾ തുറക്കാൻ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വിശദീകരണം ആവശ്യപ്പെട്ടപ്പോഴും അത് തങ്ങളുടെ ഉത്തരവാദിത്തമല്ല എന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു ഉദ്യോഗസ്ഥൻ. ഇറിഗേഷൻ ഉദ്യോഗസ്ഥൻ കരാറുകാരെ സഹായിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും അടിയന്തരമായി 3 സ്ലൂയിസുകൾ തുറക്കാൻ നടപടി വേണമെന്നും MLA ഫോണിൽ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. വർഷങ്ങളായി തുറക്കാതെ കിടക്കുന്ന സ്ലൂയിസുകളാണ് ഇതെന്നും ഒരു കാരണവശാലും തുറക്കാൻ പാടില്ലെന്ന രീതിയിലാണ് ഇവ അടച്ചിരിക്കുന്നതെന്നും സ്ഥലം സന്ദർശിച്ച MLAക്ക് ബോധ്യപ്പെട്ടു. ജില്ലാ ഭരണകൂടം അടിയന്തരമായി ഇടപെട്ട് സ്ലൂയിസുകൾ തുറപ്പിക്കാൻ നടപടിയെടുക്കണമെന്നും അല്ലാത്തപക്ഷം താൻ നേരിട്ടിടപെട്ട് തുറക്കുമെന്നും ജില്ലാ ഭരണകൂടത്തിന് MLA മുന്നറിയിപ്പ് നൽകി. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ, ജനപ്രതിനിധികളായ CP പോൾ, K രാഗേഷ്, അന്തിക്കാട് പോലീസ് എന്നിവർ MLAയോടൊപ്പം ഉണ്ടായിരുന്നു. TCV ന്യൂസ്, തൃശൂർ. കാഞ്ഞാണി പെരുമ്പുഴ പാടത്ത് ജനപ്രതിനിധികളും പോലീസ് ഉദ്യോഗസ്ഥരും നോക്കി നിൽക്കെ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ അസഭ്യം വിളിച്ച സ്വകാര്യ ബസ് കണ്ടക്ടർക്കെതിരെ നൽകിയ പരാതിയിൽ നടപടി സ്വീകരിച്ചതായി അന്തിക്കാട് പോലീസ് അറിയിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരനെയാണ് പൊതുജന മധ്യത്തിൽ വെച്ച് അപമാനിച്ചത്. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ അപകട ഭീതി പരത്തി മണ്ണിടിച്ച്. ശക്തമായ മഴയും സംരക്ഷണ ഭിത്തിയുമില്ലാത്തതും വാഹനയാത്രികർക്ക് ഭീഷണി സൃഷ്ടിക്കുന്നു. പട്ടിക്കാട് സെന്ററിന് സമീപത്തെ സർവീസ് റോഡിലേക്കാണ് കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ വലിയ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായത്. പകൽ സമയത്ത് ബസ് അടക്കമുള്ള നിരവധി വാഹനങ്ങൾ കടന്നു പോകുമ്പോഴായിരുന്നു മണ്ണിടിച്ചിൽ. വൻമരങ്ങളും വലിയ പാറക്കല്ലുകളും അടക്കം റോഡിലേക്ക് പതിച്ചു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് മറ്റനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരുന്നത്. രാവിലെ 8 to 10 വരെ ആ ലാസ്റ്റിലിരുന്ന് ഇവിടെ വരെ വിളിന്നുകൊണ്ടിരുന്നത്, ബസ്സുകളെല്ലാം തിരക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ റോഡിൻ്റെ പണിക്കാർ ക്രെയിന് JCB എല്ലാം എടുത്ത് വന്ന് സൈഡാക്കിയിട്ട് മണ്ണെല്ലാം ഒഴിവാക്കിയിട്ട് ആ സൈഡ് കട്ടേണ്ട പേരിക്കേട് അതെല്ലാം സൈഡാക്കിക്കൊണ്ട് എല്ലാം ക്ലിയറാക്കി പോയി. 50 മീറ്ററോളം ദൂരത്ത് സമാന രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. പ്രധാന പാതയിലേക്കടക്കം വലിയ ഉയരത്തിൽ നിന്ന് വന്നു വീണ മണ്ണും കല്ലും ഭാഗികമായി നീക്കിയ ദേശീയപാത അധികൃതർ നിലവിൽ റോഡിൽ ചെറു ഡിവൈഡറുകളും മണ്ണ് കൂടിയ ഭാഗത്ത് മേൽപ്പാല നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് സ്ലാബുകളുമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. എന്നാൽ ഏതു നിമിഷവും നിലം പൊത്തുമെന്ന അവസ്ഥയിൽ നിരവധി മരങ്ങളും കല്ലുകളുമാണ് നിലവിൽ മണ്ണിടിഞ്ഞ പ്രദേശത്ത് നിൽക്കുന്നത്. ശക്തമായ മഴയിൽ ഇവ വീണ്ടും ഇടിഞ്ഞു വീഴുമെന്ന ആശങ്കയും നിലനിൽക്കുകയാണ്. ഇനി വീഴും ഉറപ്പ്. ഇനി മഴ ചരിക്ക് വരും. ഇനി നമുക്ക് സെപ്റ്റംബർ 15 വരെ മഴയുണ്ട്. മഴ വരുമ്പോൾ അപ്പോൾ മണ്ണ് ചരിഞ്ഞു വീഴും. അപ്പോൾ സൈഡ് കുറച്ച് ക്ലീൻ ആക്കണം. ക്ലീൻ ആക്കിയിട്ട് ഹോൾ ഇടിച്ചിട്ട് കമ്പി എല്ലാം റെഡിയാക്കി കോൺക്രീറ്റ് റെഡിയാക്കാം. ഇതുപോലെ റോഡ് ബ്ലോക്ക് ആവില്ല. ദേശീയപാത നിർമ്മാണത്തിനായി പാറ പൊട്ടിച്ച ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത്. ഇതോടെ പ്രദേശത്ത് കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തിയോ ഗാർഡിയോണുകളോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ നിർമ്മിച്ച് അപകടരഹിതമാക്കണമെന്നാണ് യാത്രക്കാരുടെയും പ്രദേശവാസികളുടെയും ആവശ്യം. ദേശീയപാതയിൽ ഷിരൂരിലുണ്ടായ വൻ ദുരന്തം, അതിൻ്റെ ഞെട്ടൽ ഇപ്പോഴും മലയാളികളെ വിട്ടൊഴിഞ്ഞിട്ടില്ല. ഇതിന് സമാനമായ രീതിയിലാണ് വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിലും ഇങ്ങനെ ഇടവിട്ട് മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർവീസ് റോഡിലേക്ക് നിരന്തരം മീറ്ററുകളോളം മണ്ണ് വീണുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലിയ അപകടങ്ങൾക്ക് വഴിവെക്കും മുൻപേ സംരക്ഷണ ഭിത്തികളടക്കം നിർമ്മിച്ച് അത് ഒഴിവാക്കണമെന്നാണ് ഏവരുടെയും ആവശ്യം. ക്യാമറമാൻ ആഷിഖ് ബലൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. ദേശീയപാത വാണിയമ്പാറയിൽ കുന്നിടിഞ്ഞു വീണ മണ്ണ് കടത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമം
ശ്രമം തടഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രമേശ്, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബൂബക്കർ എന്നിവരുടെ നേതൃത്വത്തിലാണ് തടഞ്ഞത്. യാതൊരു ടെൻഡർ നടപടികളില്ലാതെ മണ്ണ് കൊണ്ടുപോകാനുള്ള നീക്കമാണ് തടഞ്ഞത്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി ലോഡ് കണക്കിന് മണ്ണാണ് കൊണ്ടുപോയത്. അതേസമയം ഇന്നലെ രാത്രിയും വാണിയമ്പാറയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി. അപകടം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഇടിച്ചിലാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇവിടെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു സബ് സെൻ്ററാണ് ഇവിടെ ഈ നിലവിൽ ലാൻഡ്. അത് തകർന്നു പോയതിനു ശേഷം പുതിയ സബ് സെൻ്റർ പണിയെടുത്തു. ആ കുന്ന് വളരെ ഇതായിട്ട് ചരിച്ചെടുത്തതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഇടിഞ്ഞു വരികയും ആ മണ്ണ് ഇവർ യാതൊരു വിലയും മറ്റോ പഞ്ചായത്തിലോ മറ്റോ കെട്ടിവെക്കാതെ ലോഡ് കണക്കിന് ഇന്നലെ 50 ലോഡോളം മണ്ണ് പടിഞ്ഞാറൻ ഭാഗത്തേക്ക് പോയത് അറിയാൻ കഴിഞ്ഞത് മണ്ണുത്തി പോലുള്ള നഴ്സറികളിലേക്ക് മണ്ണടിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞ്. ഹൈവേയിൽ ഒരു ലോഡ് ഇന്നലെ ഇവർ തട്ടിയിട്ടില്ല. 50ഓളം ലോഡ് ഇന്നലെ മണ്ണ് കൊണ്ടുപോയി. അന്നലെ വന്ന് തടഞ്ഞാണ്. ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്ന നിലയ്ക്ക് ഇന്നലെ വന്ന് ഇത് കണ്ടപ്പോൾ തന്നെ വന്ന് തടഞ്ഞു. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ രാത്രി ഏകദേശം 50ഓളം ലോഡ് മണ്ണ് ഇവർ കയറ്റിക്കൊണ്ട് പോയിട്ടുണ്ട്. ആ പോരിക്കുന്ന മുഴുവൻ മണ്ണുത്തി നഴ്സറികളിലേക്കാണെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഒരു റോഡ് സൈഡിൽ ഒരു മണ്ണ് തട്ടിയിട്ടില്ല. അതുകൊണ്ട് പഞ്ചായത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഈ മണ്ണ് ഇവിടെ നീക്കം ചെയ്യാൻ വേണ്ടി പാടില്ല. പഞ്ചായത്തിൽ കിട്ടുന്ന അർഹതപ്പെട്ട വിഹിതം ആ മണ്ണിൻ്റെ പൈസ പഞ്ചായത്തിൽ അടച്ച് അതിനുശേഷം അവർ ബന്ധപ്പെട്ട വർക്ക് ചെയ്താൽ മതി. മാളാവടമ മേരി റോസറി കുരിശുപള്ളിയും ഓഫീസും കുത്തി തുറന്ന മോഷണം. പള്ളിയുടെ അകത്തുള്ള നേർച്ചപ്പെട്ടിയും ഓഫീസിലെ അലമാരയും മേശയും കുത്തിപ്പൊളിച്ച നിലയിലാണ്. പള്ളിയുടെ വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത്. നേർച്ചപ്പെട്ടി തുറന്ന ശേഷം അകത്ത് തന്നെ കിടക്കുന്നുണ്ട്. ഓഫീസിലെ അലമാരയും മേശയും കുത്തി തുറന്ന ശേഷം സാധനങ്ങൾ പുറത്തേക്കെടുത്ത് നീക്കിയ നിലയിലാണ്. മാള പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കുന്നംകുളത്ത് പെട്രോൾ പമ്പിന് സമീപം KSRTC സ്വിഫ്റ്റ് ബസിന് പുറകിൽ കണ്ടെയ്നർ ലോറി ഇടിച്ച അപകടത്തിൽ ആർക്കും പരിക്കില്ല. പുലർച്ചെ 2 മണിയോടെയാണ് അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്തു നിന്ന് പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോകുകയായിരുന്ന KSRTC സ്വിഫ്റ്റ് ബസിന് പുറകിൽ കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ മുൻവശം പൂർണ്ണമായും KSRTC ബസിന്റെ പുറകുവശം ഭാഗികമായും തകർന്നു. വേലൂരിൽ തെരുവ് നായ കുറുകെ ചാടി ബൈക്ക് യാത്രികയ്ക്ക് പരിക്കേറ്റു. വേലൂർ അമ്പലവട്ടം സ്വദേശി ഊരുപറമ്പിൽ ഗിരീഷിന്റെ ഭാര്യ ഐശ്വര്യയ്ക്കാണ് പരിക്കേറ്റത്. വേലൂർ RSRV ഹൈസ്കൂളിന് മുന്നിലാണ് അപകടമുണ്ടായത്. കേച്ചേരിയിൽ നിന്നുള്ള ആക്സ് പ്രവർത്തകരെത്തി ഐശ്വര്യയെ ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് സാരമുള്ളതല്ല. വേലൂരിൽ ഹൈസ്കൂൾ പരിസരത്ത് തെരുവ് നായശല്യം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ടെന്ന ആരോപണമുണ്ട്. സ്കൂളിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്കും വഴിയാത്രികർക്കും തെരുവ് നായ്ക്കൾ ഭീഷണിയാണ്. ഇതിനുവേണ്ട നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പൂങ്കുന്നം സീതാറാം മില്ലിന് സമീപം റോഡിൽ മരക്കൊമ്പ് ഒടിഞ്ഞു വീണു. കാൽനട യാത്രികയായ അമ്മയ്ക്കും മകൾക്കും നിസ്സാര പരിക്കേറ്റു. പൂങ്കുന്നം സ്വദേശി മീന, മകൾ ദേവിക എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കനത്ത മഴയെ തുടർന്നുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ MLA സേവ്യർ ചിറ്റിലപ്പിള്ളിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. വടക്കാഞ്ചേരിയിലും കുറാഞ്ചേരിയിലും ഇടിഞ്ഞ മണ്ണ് അടിയന്തരമായി നീക്കം ചെയ്യാൻ ആരംഭിച്ചു. വാഴാനി, പത്താഴക്കുണ്ട്, പീച്ചി, പൂമല എന്നീ ഡാമുകളിൽ നിന്നുള്ള വെള്ളത്തിന്റെ സുഗമമായ ഒഴുക്കിന് തടസ്സമായി നിൽക്കുന്ന വസ്തുക്കൾ, അപകട ഭീഷണിയിലുള്ള മരങ്ങൾ, വൈദ്യുതി തൂണുകൾ എന്നിവ നീക്കം ചെയ്യുന്നതിനും ഇറിഗേഷൻ, PWD, KSEB വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. മണ്ണിടിച്ചൽ സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി ഹോട്ട്സ്പോട്ടുകളായി അടയാളപ്പെടുത്തുന്നതിന് ജിയോളജി, മണ്ണ് സംരക്ഷണ വകുപ്പുകളെ ചുമതലപ്പെടുത്തി. വാഴാനി ഇറിഗേഷൻ കനാലുകളിൽ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന മരങ്ങൾ വെട്ടിമാറ്റുന്നതിന് യഥാസമയം അനുമതി നൽകുന്നതിന് വനം വകുപ്പിനോട് ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി നഗരസഭയുടെ അടിയന്തര കൌൺസിൽ യോഗം നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്നു. മഴക്കെടുതി മൂലം നഗരസഭയിലെ ഡിവിഷനുകളിലുണ്ടായ നാശനഷ്ടങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തു. അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചുമാറ്റും. വെള്ളം കയറിയ വീടുകൾ നഗരസഭയിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉപയോഗിച്ച് വൃത്തിയാക്കാനും കിണറുകൾ ക്ലോറിനേഷൻ ചെയ്യാനും തീരുമാനിച്ചു. വെള്ളക്കെട്ടിനെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കുന്നതിന് എഞ്ചിനീയറിംഗ് വിഭാഗത്തെ ചുമതലപ്പെടുത്തി. എന്ന് പറഞ്ഞു. അപ്പോൾ ആവശ്യമായിട്ടുള്ള നടപടി ഗവൺമെന്റ് തലത്തിൽ ചെയ്യണം എന്ന രീതിയിലാണ് ആലോചിച്ചത്. വീടിനോട് ചേർന്ന കുന്ന് ഏത് നിമിഷവും വീടിന്റെ മുകളിലേക്ക് ഇടിഞ്ഞു വീഴുമെന്ന ഭീതിയിലാണ് വെള്ളിത്തിരുത്തി സ്വദേശി കണ്ണഞ്ചേരി വീട്ടിൽ മനോജിന്റെ കുടുംബം. കഴിഞ്ഞ പ്രളയം മുതലാണ് വീടിന് മണ്ണിടിച്ചിൽ ഭീതി ഉണ്ടായത്. തുടർന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് എല്ലാ വർഷവും പരാതി നൽകിയെങ്കിലും പരാതി നൽകുമ്പോൾ ഉദ്യോഗസ്ഥർ വന്ന് നോക്കി മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കാൻ പറയുകയല്ലാതെ തുടർ നടപടിയില്ലെന്ന് മനോജ് പറയുന്നു. കഴിഞ്ഞ വർഷം വീടിന് മുകളിലേക്ക് മണ്ണ് ഇടിഞ്ഞു വീണ് വീടിന്റെ സൺഷെയ്ഡ് തകരുകയും വീടിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നുവെന്ന് മനോജ് പറഞ്ഞു.
സൈഡിലും ആ കുന്നങ്ങനെ ഇടിഞ്ഞിട്ടാണ് സെൻസറിൻ്റെ പകുതി അങ്ങനെ പോയി. എന്നിട്ട് പിന്നെ അത് പഞ്ചായത്തിലും കളക്ടറേറ്റിലൊക്കെ അപേക്ഷ കൊടുത്തപ്പോൾ പഞ്ചായത്ത് അതിൻ്റെ മേൽ നടപടി താലൂക്കിൽ നിന്ന് കൊടുക്കാന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായി. ഇപ്രാവശ്യം ഇരിഞ്ഞിട്ടാണ് ആ കണ്ടൊക്കെ വലിയ വലിയ കരിങ്കല്ലുകളാണ് അതിൻ്റെ മുകളിൽ വീഴുന്നത്. അപ്പോൾ തറയുടെ ഉള്ളിൽ നടക്കാൻ വെള്ളം വരുന്നതൊക്കെ ആകെ പൊട്ടിയിട്ട് അത് മാറ്റാൻ നടക്കും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. മണ്ണ് കൊണ്ടിട്ട് അങ്ങനെയായിട്ട് കിടക്കും. ഇപ്പോൾ താമസിക്കാൻ പറ്റില്ല. താമസിക്കാൻ വില്ലേജിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും താമസിക്കാൻ പാടില്ല എന്നിട്ട് ലെറ്ററൊക്കെ വന്നു. ഇപ്പോൾ 2 സൈഡ് ഞങ്ങൾ ഭാര്യ വീട്ടിലാണ്. ലയൺസ് ക്ലബ്ബ് ഓഫ് തൃശൂർ കിങ്സിന്റെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിച്ചു നൽകി. മുക്കാട്ടുകര നെല്ലങ്കര പള്ളിയിലെയും കാളത്തോട് സ്കൂളിലെയും ക്യാമ്പുകളിലേക്കാണ് സാധനങ്ങൾ എത്തിച്ചു നൽകിയത്. പ്രസിഡന്റ് ലയൺ പത്മനാഭൻ, ഡെപ്യൂട്ടി മേയർ ML റോസി, സോണൽ ചെയർപേഴ്സൺ ലയൺ ശ്രീകുമാർ, സെക്രട്ടറി ലയൺ ജ്യോതിഷ്, ട്രഷറർ ലയൺ ഷാജി, DC ലയൺ ശ്രീനിവാസൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ലയൺ MV ജീവൻ എന്നിവർ പങ്കെടുത്തു. കേരള ബാർ കൌൺസിൽ കേരള ജുഡീഷ്യൽ അക്കാദമിയുടെ സഹകരണത്തോടെ പുതിയ ക്രിമിനൽ നിയമങ്ങളിൽ അഭിഭാഷകർക്കായി സംഘടിപ്പിക്കുന്ന പരിശീലന പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂരിൽ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഓഗസ്റ്റ് 3, 4 തീയതികളായി തൃശൂരിൽ സംഘടിപ്പിക്കുന്ന പരിശീലന പരിപാടി കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് N. നഗരേഷ് ഉദ്ഘാടനം ചെയ്യും. ജുഡീഷ്യൽ അക്കാദമിയുടെ ഫാക്കൽറ്റികളും മുൻ ഹൈക്കോടതി ജഡ്ജിമാരും പരിശീലന ക്ലാസുകൾ നയിക്കും. ജില്ലയിലെ വിവിധ ബാറുകളിൽ നിന്നായി 175 പേർ ക്യാമ്പിൽ പങ്കെടുക്കും. തൃശൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺസൺ T. തോമസ്, സെക്രട്ടറി അഡ്വക്കേറ്റ് PS. അനീഷ്, കോർഡിനേറ്റർ അഡ്വക്കേറ്റ് MR. മൗനീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സിവിൽ എഞ്ചിനീയർമാരുടെ അക്കാദമിക് അറിവുകൾ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന ഇന്റഗ്രേറ്റഡ് സിവിൽ എഞ്ചിനീയേഴ്സ് കൌൺസിലിന്റെ തൃശൂർ ചാപ്റ്റർ ലോഞ്ചിംഗ് ഞായറാഴ്ച തൃശൂർ ഹോട്ടൽ പേൾ റീജൻസിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇന്റഗ്രേറ്റഡ് സിവിൽ എഞ്ചിനീയേഴ്സ് കൌൺസിൽ സംസ്ഥാന ചെയർമാൻ PS. ഷിനോജ് തൃശൂർ ചാപ്റ്റർ ലോഞ്ചിംഗ് ഉദ്ഘാടനം ചെയ്യും. എക്സിക്യൂട്ടീവ് അംഗം ജോർജ് P. ഏലിയാസ് ക്ലാസ് നയിക്കും. തൃശൂർ ജില്ലാ കോർഡിനേറ്റർ എഞ്ചിനീയർ സാജൻ ജോസ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ CG ഗിരീഷ്, സിയോജ് K. ജെയിംസ്, R. ജയകൃഷ്ണൻ, R. നിഖിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പാമ്പാടി ഐവർ മഠത്തിൽ ബലിതർപ്പണത്തിന് വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതായി ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച പുലർച്ചെ 4 മുതൽ ബലിതർപ്പണം ആരംഭിക്കുമെന്ന് ഐവർ മഠം ശ്രീകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റി MV അശോക് വാര്യർ അറിയിച്ചു. പഴയന്നൂർ വടക്കേത്തറ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗായത്രി പുഴയുടെ ചീരക്കുഴി കടവിലും ബലിതർപ്പണം ഉണ്ടായിരിക്കും. തിരൂർ ശ്രീ വടക്കുറമ്പക്കാവ് ക്ഷേത്രത്തിലെ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഞായറാഴ്ച നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പാലിട്ടേരി നാരായണൻ നമ്പൂതിരി മുഖ്യകാർമ്മികത്വം വഹിക്കും. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് PS. ഈശ്വരൻ അയ്യർ, സെക്രട്ടറി ഹരിദാസൻ പാടാശ്ശേരി, ജയചന്ദ്രൻ കോഞ്ചേരി, സുരേഷ് ബാബു മലപ്പുറത്ത്, PM. ശങ്കരനാരായണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കുന്നംകുളം മടപ്പൂട്ടി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് MLA C. മൊയ്തീൻ സന്ദർശിച്ചു. നിലവിൽ 20 കുടുംബങ്ങളാണ് ക്യാമ്പിൽ കഴിയുന്നത്. ചൊവ്വന്നൂർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളായ പന്തല്ലൂർ, കൊടുവായൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ക്യാമ്പിലുള്ളത്. നിയോജക മണ്ഡലത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി MLA C. മൊയ്തീന്റെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നു. മണ്ഡലത്തിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ചൊവ്വന്നൂർ BDO KM വിനീതിനെ നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തി. അടിയന്തര പ്രാധാന്യത്തോടെ തന്നെ ദുരന്ത നിവാരണം തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നിർവഹിക്കണമെന്നും ഇതിന് കാലതാമസം വരുത്തരുതെന്നും MLA അറിയിച്ചു. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കൽ, ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കൽ, അപകട ഭീഷണിയിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കൽ എന്നിവ അടിയന്തരമായി നടത്തും. അപകട ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് തഹസിൽദാർമാർക്ക് MLA നിർദ്ദേശം നൽകി. ചേരൂർ സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു. KPCC അംഗം നിഖിൽ ദാമോദരൻ, BS ഡേവിഡ്, നിഖിൽ ദേവ് എന്നിവർ നേതൃത്വം നൽകി. സാധന സാമഗ്രികൾ കൌൺസിലർമാരായ വില്ലി, രാധിക എന്നിവർക്ക് കൈമാറി.
ചാലക്കുടി കൂടപ്പുഴ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലിക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. പുഴയിൽ ഇപ്പോഴും അമിത ജലനിരപ്പുള്ളതിനാൽ അതീവ സുരക്ഷയിലായിരിക്കും ബലിതർപ്പണം. ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്ന ചടങ്ങുകൾ ശനിയാഴ്ച പുലർച്ചെ 4 മണി മുതലാണ് ആരംഭിക്കുക. കൂടപ്പുഴ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. കൂടൽമാണിക്യം മൂട്ടുപുരാപ്പറമ്പിൽ ഇതിനായി പ്രത്യേകം പന്തലുകൾ ഒരുക്കിയിട്ടുണ്ട്. ഭക്തർക്ക് ക്ഷേത്ര ഹാളിൽ പ്രഭാത ഭക്ഷണവും നൽകുമെന്ന് സംഘാടക സമിതി ഭാരവാഹി സുകുമാരൻ മറ്റത്തിൽ പറഞ്ഞു. അഗ്നിശമന സേനയും പോലീസും സ്ഥലത്ത് നിരീക്ഷണം നടത്തി. ഇവിടെ വാവുബലിയുടെ കർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിക്കാറ്. അപ്പോൾ അവരായിട്ട് 5 തറി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. 5 ശാന്തിമാരിരിക്കും. ഈ തവണ വെള്ളപ്പൊക്കം കൂടുതലായതിൻ്റെ പേരിൽ കുറച്ച് ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. ബലിയിട്ട് പോകുന്ന ഭക്തർക്ക് കാപ്പി, ചായ, ഉപ്പുമാവ്, കട്ട്ല ഇതെല്ലാം അവിടെ കൊടുക്കും. എടത്തിരുത്തി ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പ് E.T. ടൈസൺ MLA സന്ദർശിച്ചു. കനോലി കനാൽ കരകവിഞ്ഞതിനെ തുടർന്നാണ് എടത്തിരുത്തി പഞ്ചായത്തിലെ പൈനൂർ കോഴിത്തുമ്പ് ഭാഗത്തെ വെള്ളക്കെട്ടിലായ 6 കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയത്. ചന്ദ്രാപ്പിനി ഈസ്റ്റ് കോഴിത്തുമ്പ് നിവാസികളായ 6 കുടുംബങ്ങളിലെ 15 പേരാണ് ചാമക്കാല ക്യാമ്പിലുള്ളത്. എടത്തിരുത്തി പഞ്ചായത്ത് 1-ാം വാർഡിലെ ഒരു കുടുംബത്തിൽപ്പെട്ട 3 പേരെയും ആൽഫ സെന്ററിലേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. എടത്തിരുത്തി പഞ്ചായത്ത് അംഗം K. സനിൽകുമാർ, ചന്ദ്രാപ്പിനി വില്ലേജ് അസിസ്റ്റന്റ് CV ചിത്രദാസൻ, ഹെൽത്ത് സൂപ്പർവൈസർ VS രമേശ്, ഹെൽത്ത് ഇൻസ്പെക്ടർ CS അനീഷ്, MB ബിനോയ്, VM ലിനി എന്നിവരും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന SN ട്രാൻസ്പോർട്ടിന്റെ മുഴുവൻ ബസ്സുകളെയും 2 ദിവസത്തെ വരുമാനം വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകും. കാരുണ്യയാത്രയുടെ ഫ്ളാഗ് ഓഫ് ജോയിന്റ് RTO ജോയ്സൺ നിർവഹിച്ചു. SN ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് പ്രതിനിധികളും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. കുറേ കാലങ്ങളായിട്ട് സർവീസ് എടുത്ത പഴയ സർവീസ് അവർ ഒരു ദുരന്ത ഭൂമിയിലേക്ക് സഹായങ്ങൾ എത്തിക്കാൻ നമ്മളോട് പറയുകയാണ്. സാധാരണഗതിയിൽ അത്രമേൽ ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സൊന്നും അല്ല ഇപ്പോൾ. എങ്കിൽ പോലും തങ്ങളാൽ കഴിയുന്ന സഹായം ദുരന്ത ഭൂമിയിലേക്ക് എത്തിക്കാൻ അവർ തയ്യാറാവുകയാണ്. അവരുടെ മുക്കാട്ടുകര സെന്റ് ജോർജസ് പള്ളി CLC യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള അനുസ്മരണ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. CLC അംഗങ്ങൾ വിശുദ്ധന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. ACCയിലും 12ാം ക്ലാസ്സിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സീനിയർ CLC ആദരിച്ചു. ഹോമിയോപ്പതി മെഡിക്കൽ ക്യാമ്പ് വികാരി ഫാദർ പോൾ പിണ്ടിയാൻ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി, ട്രസ്റ്റി ജൻസൺ ജോസ് കാക്കശ്ശേരി, ഡോക്ടർ പ്രിയ, ഡോക്ടർ അമൃത, സീനിയർ CLC പ്രസിഡന്റ് പ്രിൻസ് മേനാച്ചേരി എന്നിവർ സംസാരിച്ചു. കർക്കിടക വാവുബലി തർപ്പണത്തിനൊരുങ്ങി പുഴയ്ക്കൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. തർപ്പണത്തിനെത്തുന്നവർക്ക് വിപുലമായ സൗകര്യങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ശനിയാഴ്ച നടക്കുന്ന കർക്കിടക വാവുബലി തർപ്പണത്തിനായി അതിവിപുലമായ സൗകര്യങ്ങളാണ് പുഴയ്ക്കൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഒരേ സമയം 700-ലധികം പേർക്ക് ബലിയിടാനുള്ള സൗകര്യമാണ് ക്ഷേത്രത്തിലുള്ളത്. ബലിതർപ്പണത്തിനായി ക്ഷേത്രത്തോടനുബന്ധിച്ച് പുതിയ ഹാളും നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ മാത്രം 400 പേർക്ക് ഒരേ സമയം ബലിയിടാനാകും. കർക്കിടക വാവുബലി ദിനത്തിൽ പുലർച്ചെ 3 മണി മുതൽ ബലിതർപ്പണത്തിന് സൗകര്യമൊരുക്കിയതായി ക്ഷേത്രം പ്രസിഡന്റ് MV രാജേന്ദ്രൻ പറഞ്ഞു. ബലിതർപ്പണത്തിന് നേരത്തെ ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും. www.bookseva.com എന്ന ആപ്പ് വഴിയാണ് മുൻകൂട്ടി ബുക്ക് ചെയ്യാനാവുക. ബലിതർപ്പണത്തിന് വരുന്നവർക്കായി അതിവിശാലമായ പാർക്കിംഗ് സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ബലിതർപ്പണത്തിന് വരുന്ന ഭക്തജനങ്ങൾക്കും കൂടെ വരുന്ന കുടുംബാംഗങ്ങൾക്കും വാഹന ഡ്രൈവർമാർക്കും പ്രഭാത ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെത്തുന്ന എല്ലാവർക്കും തർപ്പണത്തിനാവശ്യമായ വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. വയനാട് ദുരിതബാധിതർക്ക് വേണ്ടി ചന്ദ്രാപ്പിനി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭക്ഷ്യവസ്തുക്കൾ, വസ്ത്രങ്ങൾ തുടങ്ങി മറ്റ് അവശ്യ സാധനങ്ങളും ശേഖരിച്ച് ജില്ലാ ഭരണകൂടത്തിന് കൈമാറി. മണ്ഡലം കോൺഗ്രസ് ഓഫീസിൽ നിന്നും പുറപ്പെട്ട വാഹനം DCC എക്സിക്യൂട്ടീവ് അംഗം സജയ് വൈനപ്പള്ളിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ചന്ദ്രാപ്പിനി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PD സജീവ്, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് MU ഉമറുൽ ഫാറൂഖ്, OICC ഗ്ലോബൽ സെക്രട്ടറി TA നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6430 രൂപ, പവന് 51,440 രൂപ. വെള്ളി ഗ്രാമിന് 90 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3236 രൂപ.
കരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും താരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഉരുൾപൊട്ടലുണ്ടായ വയനാട് മേപ്പാടിയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. 2 ദിവസത്തിനുള്ളിൽ രക്ഷപ്പെടുത്തിയത് 1592 പേരെ. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവനോടെ ഇനി ആരുമില്ലെന്ന് സൈന്യം അറിയിച്ചതായി മുഖ്യമന്ത്രി. കാലവർഷക്കെടുതിയിൽ നിന്ന് കരകയറാനാകാതെ ജില്ല. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കരുവന്നൂർ, ഗായത്രി പുഴകളിൽ കേന്ദ്ര ജല കമ്മീഷൻ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മഴയുടെ ശക്തി കുറഞ്ഞതിനെ തുടർന്ന് പീച്ചി ഡാമിന്റെ ഷട്ടർ 26 ഇഞ്ചായി താഴ്ത്തി. മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ വടക്കാഞ്ചേരി മാരാത്തുകുന്ന് റോഡിൽ അകമലയിൽ താമസക്കാരോട് 2 മാസത്തേക്ക് മാറി താമസിക്കാൻ ജിയോളജി വകുപ്പിന്റെ നിർദ്ദേശം. മേഖലയിൽ സംയുക്ത സംഘം പരിശോധന നടത്തി. വടക്കാഞ്ചേരിയിലെ വെള്ളക്കെട്ടിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരിടേണ്ടി വന്നത് കോടികളുടെ നഷ്ടം. മണലിപ്പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നു. പുഴ നിറഞ്ഞൊഴുകി കൂടുതൽ നാശം വിതച്ച പുലക്കാട്ടുകരയിലെ ഭൂരിഭാഗം കുടുംബങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തുടരുന്നു. വെള്ളക്കെട്ട് രൂക്ഷമാകുമ്പോഴും സ്ലൂയിസുകൾ തുറക്കാൻ നടപടിയെടുക്കാത്ത ഇറിഗേഷൻ എഇക്കെതിരെ പൊട്ടിത്തെറിച്ച് മുരളി പെരുന്നല്ലി MLA. മണലൂർ താഴം കോൾപ്പടവിലെ സ്ലൂയിസുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് MLAയും എഇയുമായി തർക്കം നടന്നത്. മണത്തി വടക്കഞ്ചേരി ദേശീയപാത പട്ടിക്കാടും വാണിയമ്പാറയിലും അപകട ഭീതി പരത്തി മണ്ണിടിച്ചിൽ തുടരുന്നു. ശക്തമായ മഴയും സംരക്ഷണ ഭിത്തിയില്ലാത്തതും വാഹനയാത്രികർക്ക് ഭീഷണിയാകുന്നു. ഇടിഞ്ഞു വീണ മണ്ണ് കൊണ്ടുപോകാനുള്ള നീക്കം തടഞ്ഞു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.